നിസാം സെയ്ദ്, ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തമായും ഇനിയും നിശ്ചയമില്ല ഏത് താന്ത്രിക വിധി പ്രകാരമാണ് ആ പ്രതിഷ്ഠ നടന്നത് എന്ന്. അത് വിശദീകരിക്കാൻ ചുരുങ്ങിയ പക്ഷം വിശദീകരിക്കുമ്പോൾ പുരിയിലെയോ ഉത്തരാഖണ്ഡിലെയോ ശങ്കരാചാര്യന്മാർക്ക് പോലും അത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുമില്ല. ആ രാംലല്ലയാണ് ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ടാഗ് ചെയ്തിരിക്കുന്നത്. ആ രാംലല്ലയേക്കാൾ സ്വയംഭൂവായ രാംലല്ലയല്ലേ പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നത് എന്ന മറുചോദ്യമാണ് കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനമായി ഡി കെ ശിവകുമാറിനും ഈ ശശി തരൂരിനുമെല്ലാം പ്രശ്നം വോട്ടാണ്. ഈ ബി ജെ പി രാമനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ രാമഭക്തന്മാരുടെ വോട്ട് കൊണ്ടുപോകുന്നു എന്നാണോ അർത്ഥമാക്കേണ്ടത്? നമ്മൾ എന്തിനാണ് സത്യത്തെ കാണാതിരിക്കുന്നത്? അടിമുടി രാഷ്ട്രീയം നിറഞ്ഞു നിന്ന ഒരു പ്രോജക്റ്റാണ്, രാഷ്ട്രീയം നിറഞ്ഞു നിന്ന ഒരു ചടങ്ങാണ് ഇന്നലെ നടന്നെന്നുള്ള കാര്യത്തിൽ എന്തിനാണ് നമ്മൾ തർക്കിക്കുന്നത്? നമ്മൾക്കെല്ലാം നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പിയുടെ ഒരു ദീർഘകാല രാഷ്ട്രീയ പ്രോജക്റ്റിൻ്റെ, ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രോജക്റ്റിൻ്റെ ഒരു കൾമിനേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടമോ ആണ് ഇന്നലെ നടന്നത് എന്നുള്ള കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ ഒരു നിർണായകമായ ഘട്ടം തന്നെയാണ് ഇന്നലെ നടന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ അങ്ങും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ ചിത്രം എന്തിനാണ് ശശി തരൂർ പങ്കുവെച്ചത്? ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ 300 രാമന്റെ രൂപം എന്നൊക്കെ പറയുന്നത് വളരെ അക്കാഡമിക്കായ കാര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ രൂപമായി നാളെ ഉണ്ടാകാൻ പോകുന്നത് അയോധ്യയിലെ രാമൻ്റെ രൂപമാണ്. അത് നിങ്ങൾക്ക് മുമ്പ് രാമാനുജൻ്റെ 300 രാമായണം എന്നൊന്നും പറയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യമല്ല. ഇത് ഇലക്ഷനാണ്, വോട്ടാണ്. ആ വോട്ടിൽ ബി ജെ പി അവരുടെ വോട്ട് നിർണായകമാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം, അവരെ ശശി തരൂരിന് ബോധ്യപ്പെടുത്തണം. അതാണ് കാര്യം. ഹിന്ദു അങ്ങനെയല്ല ഇതിനെ വായിക്കേണ്ടത്, അങ്ങനെയല്ല ഇതിനെ വായിക്കേണ്ടത്. നമ്മുടെ ചരിത്ര സന്ദർഭം, നമ്മൾ ജീവിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയിലല്ല, നമ്മൾ ജീവിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ്. ആ നരേന്ദ്രമോദി ഇന്ത്യയിൽ എങ്ങനെയാണ് അധികാരത്തിലെത്തിയത്? നരേന്ദ്രമോദി കൃത്യമായും വ്യക്തമായും ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് നാട്ടിൽ ചെന്നാൽ നടുമുറി തന്നെ തിന്നണം എന്നതാണ് ചൊല്ല്. അതാണ് ശശി തരൂർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നെഹ്റുവിന്റെ ഇന്ത്യയല്ല, പകരം മോദിയുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് ശശി തരൂർ ചെയ്യേണ്ടത്. അതിലൊരു വ്യത്യാസമുണ്ട് അരുൺ. മോദിയുടെ ഇന്ത്യയിൽ വിദ്വേഷം നിറഞ്ഞ ഹിന്ദുത്വമാണുള്ളത്. അന്യമതസ്ഥരെ അന്യരായി കാണുന്ന, അവരെ ഹിന്ദുത്വത്തിന്, അവരെ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഹിന്ദുത്വമാണ് മോഡിയുടെ ഹിന്ദുത്വ. ശശി തരൂരിന്റെ ഹിന്ദുത്വം അതല്ല. ശശി തരൂരിന്റെ ഹിന്ദുത്വം പള്ളി പൊളിച്ചിടത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹമല്ലേ ശശി തരൂർ എടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്? ആ ചോദ്യം സീതാറാം യെച്ചൂരി ചോദിച്ചില്ലല്ലോ അരുൺ. സീതാറാം യെച്ചൂരി ചോദിക്കണം. പള്ളി പൊളിച്ചിടത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്നതായിരുന്നു ചോദ്യം. സമസ്തയുടെ മുഖപത്രത്തിലുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തെയാണ് ഞാൻ ഈ രീതിയിലല്ല ചോദിക്കുന്നത്. പള്ളി പൊളിച്ചിടത്ത് ചെയ്യേണ്ടത് ശരിയാണോ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതാണോ ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യേണ്ടത് ഈ വർത്തമാന കാലത്ത്? കോൺഗ്രസ് നേതാവ് ചെയ്യേണ്ടത് ഒരിക്കലും ശ്രീരാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. സ്വന്തമാക്കുക എന്നതാണ്. ബി ജെ പിക്ക് അതിന്റെ കുത്തകാവകാശം അതാണ് ചെയ്തത്. നമ്മൾ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രമായി CPM ചുരുങ്ങിയിരുന്നത്. ഇത്തരം ചില പൊടിക്കൈകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണമായിരുന്നു. ഫേസ്ബുക്കിൽ ഈ പറയുന്ന രാംലല്ലയുടെ വിഗ്രഹം ഷെയർ ചെയ്യുന്നു, അതിൽ സിയാവറിനെ കുറിച്ച് പറയുന്നു, മറുഭാഗത്ത് രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നു ഡി കെ ശിവകുമാർ.